ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? സംസാരിക്കാൻ താല്പര്യമില്ല. പറഞ്ഞതും ചെയ്തതും ഒക്കെ എന്താന്ന് നല്ല ഓർമ്മയില്ലേ മസ്താനിക്ക്? എന്താണ് അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോകും. മസ്താനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ എന്താ തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ദാരിദ്ര്യം വിറ്റ് എന്റെ ഇല്ലായ്മ പറഞ്ഞ് എന്റെ ചാച്ചന് ഓട്ടോ ആണ്, എന്റെ വീട്ടിൽ പൈസ ഇല്ല, ഞാൻ പണയം വെച്ചിട്ടാണ് വന്നതെന്നൊക്കെ ഞാൻ ഇവിടുന്ന് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞതായിട്ട് മസ്താനി അന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ മസ്താനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഞാനെന്ന്? മസ്താനി ഉപയോഗിച്ച വാക്കാതാ. ബിൻസിയുടെ ഇല്ലായ്മകൾ പറഞ്ഞ് ബിൻസി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഗെയിം, ഞാൻ വന്നു ഗെയിം കളിച്ചു, ആൾക്കാരെ ട്രിഗർ ചെയ്തു, ഞാൻ 14 ദിവസം കൊണ്ടുപോട്ടെ. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പറയും മസ്താനി ഇനി എന്നാ ചെറ്റത്തരം കാണിച്ചാലും ഇവിടെ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞേരിക്കത്തുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. മസ്താനി ഞാൻ ഇത്ര ചീപ്പല്ല മസ്താനി. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാവാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ അത്ര ചീപ്പല്ല. മസ്താനി എന്താണെന്ന് എല്ലാരും കണ്ടതാ. ഇവിടെ ഉള്ളവർക്കും അറിയാം, ഇവിടെ ഇറങ്ങിപ്പോയത്. ഞാൻ അന്തസ്സായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? മസ്താനി, മസ്താനിക്ക് അങ്ങനെ പറയാനൊരു ചാച്ചൻ ഇല്ലാത്തതിന്റെ കേടാണോ ഇപ്പൊ ഈ പറഞ്ഞത്? ചാച്ചന്റെ ഓട്ടോ എന്ന് പറയാൻ എന്താ? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? പൊട്ടിക്കറിഞ്ഞുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്നല്ല കുറെ പേര് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ആലോചിച്ച് നോക്ക് കയ്യിലിരിപ്പ് എന്തൊക്കെയാണ്. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. എന്റെ വായിൽ നല്ല ചെറ്റ വർത്താനം വരുന്നുണ്ട് മസാല. പക്ഷെ നിന്നെ പോലെ തറയല്ല. നീ എന്നാ കാണിച്ചത്? ഒരു പെണ്ണും ചെറുക്കനും കൂടെ കിടന്നപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് പുതപ്പിന്റെ അടിയിൽ വെച്ച് അവിഹിതം ഉണ്ടാക്കിയത്. നാണമില്ലേ? നാണമില്ലേ? നാണാവുന്നില്ലേ? ഒരു പെണ്ണും ചെറുക്കനോട് അടുത്തിരുന്ന ഉടനെ പ്രേമം, കാമം എന്തൊക്കെയാ സ്വന്തമായിട്ട് കാണിക്കുന്നത്? പുറത്തെ കഥകള് ഞാനിനി ഒന്നും പറയണ്ട, നാട്ടുകാർക്ക് കൊണ്ട്. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. നിന്നെ അതുപോലെ നല്ല അടിച്ചു നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അസ്താനി, നിന്റെ ഒരു വീഡിയോ എങ്കിലും മനുഷ്യന് കാണാൻ വേണ്ടി കൊള്ളാവോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നീ എന്നാ ഇവിടെ കാണിച്ചു കൊടുത്ത എപ്പിസോഡ് നീ കണ്ടായിരുന്നോ? ഇതുപോലെ ബിഗ് ബോസ് ചരിത്രത്തിലില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്ര നെഗറ്റീവോട് കൂടി ഇറങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റന്റ്. നാണമില്ലല്ലോടാ നിനക്ക്? നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. ആലോചിച്ച് നോക്ക്, കൊടുത്ത മോളെ കൊല്ലത്തും കിട്ടും. ഉപദ്രവിക്കരുത്. ഇത്രയും ദാരിദ്ര്യത്തിൽ ഇത്രയും ഗതികേടിൽ ഇവിടുന്ന് ഒരുത്തിയും കറങ്ങാണ്ട് ഇറങ്ങി പോയിട്ടില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഇവരൊക്കെ ചിലപ്പോ വീഡിയോ ആയിരിക്കും, കണ്ണീര് കാണുമ്പോ ഇവരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടത്തില്ല. തന്നല്ലോ, തന്നു. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. എന്തോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.